ഹലോ, ഒരു ഇടിവെട്ട് ബീഫ് വരള വളരെയധികം ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ വയ്യ. ചപ്പാത്തി, പൊറോട്ട, നാൻ, റൊട്ടി, ബ്രെഡ് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇതിനായി വേണ്ടത് 1 കിലോ ബീഫാണ്. എല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ബീഫാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പും പൊടി 1 ടീസ്പൂൺ, 3 വലിയ സബോള 4 മുറിച്ചരിഞ്ഞത്, കൂടെ തന്നെ ഒരു 15 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ചുവന്നുള്ളിയാണ്. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒരു 2 മിനിറ്റ് തിരുമ്മി യോജിപ്പിക്കുക. എല്ലാം തിരുമ്മി യോജിച്ചതിന് ശേഷം അടച്ച് ഒരു അരമണിക്കൂർ വയ്ക്കുക. അപ്പോൾ ഉള്ളിയുടെ നീരെല്ലാം ഇറങ്ങി ഉപ്പെല്ലാം ഇറങ്ങി പിടിച്ചോളും. അതിനുശേഷം ഒരു കുക്കറിലോട്ട് പകർത്തി കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വേവിക്കുക. കുക്കറിൻ്റെ കുക്കിംഗ് ടൈം 8 തൊട്ട് 10 മിനിറ്റ് വരെ, അതല്ലെങ്കിൽ ഒരു 8 വിസിലാണ്. അത് എപ്പോഴും വേരി ചെയ്യും, കുക്കറിൻ്റെ അനുസരിച്ച്, ഫ്ലെയിം അനുസരിച്ച്, ഇറച്ചി അനുസരിച്ച്. അതുകൊണ്ട് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇറച്ചി കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. ഇപ്പോൾ ഈ മസാലക്കൂട്ടിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് സീഡാണ്, പെപ്പർ കോൺസാണ് ഇട്ടിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, അത് രണ്ടും കൂടി ഇളക്കി 2 മിനിറ്റ് വറുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കുക. ഇതിൻ്റെ മസാലകളാണ് എല്ലാം ഫ്രഷായിട്ട് എടുത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, കുരുമുളക് പൊടിയല്ല കുരുമുളക് സീഡ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഗരം മസാല എല്ലാം കൂടി വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ മതി. അതിലേക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 10-15 വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് വഴറ്റുക. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 2 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യുക. അതും മസാലയുടെ പച്ചമണം, ഇഞ്ചിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലിട്ട് വേവിക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ അടച്ച് വെച്ച് നന്നായി ഒരു 3 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നന്നായി ഉടച്ച് പാകപ്പെടുത്തുക. ഇത് ഏകദേശം ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ടാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കണം. ലോ ഫ്ലെയിം മതി. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. നന്നായി വറുത്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ കൂട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കൂടുതൽ കാണുന്നൊന്നും പേടിക്കണ്ട. ഇതിൽ കിടന്ന് വറ്റി നല്ല കുഴമ്പ് കുറുകിയ പാകത്തിന് വരും. അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട്. ഈ സമയം ഉപ്പ് പോരായ്കയുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർക്കുക. അതിനുശേഷം തിളച്ച് കഴിയുമ്പോൾ ഇറച്ചിയുടെ വേവ് കൂടുതലില്ലെങ്കിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നന്നായി വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഏത് ഗ്രേവി പാകമാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് അടച്ച് വെച്ച് വേവിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇനിയും ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം എണ്ണയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രം അവസാനിപ്പിക്കുകയാണ്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ
ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് അതിന് ശേഷം ഇതൊരു പാനിലോട്ട് പകർത്തിയാൽ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, റൊട്ടി, നാൻ, ബ്രെഡൊക്കെ കൂടി കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ചോദിച്ച് വാങ്ങി ഇനിയും നിങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.